ഞാൻ എൻ്റെ നാട്ടിൽ നിർമ്മിച്ചൊരു ഡച്ച് മാതൃകയുള്ള റോഡ് കാണിച്ചു തരാം കേട്ടോ. സുന്ദരമായ റോഡ്. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിൽ സുന്ദരമായ റോഡ് ഉണ്ടായിരിക്കും. നമുക്കൊന്ന് കാണാം. കണ്ട, ഇതാണ് ഡച്ച് മാതൃകയിൽ നിർമ്മിച്ച റോഡ്. ഈ നടുക്ക് മാത്രം ടാറിങ് എന്ത് മനോഹരമായിട്ട് നിർമ്മിച്ച് നോക്കിയാട്ടെ. പുരാവസ്തു വകുപ്പ് വന്നിട്ട് നോക്കി തപ്പിയപ്പോൾ കിട്ടിയത് ഈ നടുക്ക്. അത് അവർ എൻ്റെ ഈ ടാറിങ് കൊണ്ടുപോകാൻ നോക്കിനി. അത്രയും കൊല്ലത്തെ പഴക്കുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തില്ല. പിന്നെ ഡച്ചുകാർ വന്നിനി. ഇത് ഡച്ചുകാർ കണ്ടിട്ട് ആകെ അന്തം വിട്ട് അന്താളിച്ചിട്ട് അവർ ഈ ടാറിങ്ങിൽ തലതല്ലി ചാകാൻ പോയി. നമ്മൾ വിട്ടില്ല. ഇതാ ഈ നടുക്ക് മാത്രം ടാറിങ്. ഇതിലൂട്ട ബൈക്ക് ഓടിച്ച് പോയാൽ ലൈസൻസ് കൊടുക്കാൻ പറയണം ഗണേഷ് കുമാറിനോട്. വേറെ ഒന്നും എട്ടെന്ന് എഴുതണ്ട. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചെങ്കിലും റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെ. ഒരു രാഷ്ട്രീയ പാർട്ടിനെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. പക്ഷേ ഈ റോഡിൻ്റെ അങ്ങേ തലക്കലോ ഇങ്ങേ തലക്കലോ ഏതെങ്കിലും ഒരു ഏത് പാർട്ടിയിലെങ്കിലും ഒരു നേതാവിൻ്റെ വീടുണ്ടെങ്കിൽ ഈ റോഡുണ്ടല്ലോ നാഷണൽ ഹൈവേനെ പോലും തോൽപ്പിക്കുന്ന റോഡായിരിക്കും. സത്യം. അതില്ലാത്തിടത്തോളം കാലം സാധാരണക്കാരൻ ഇങ്ങനെ പോയാൽ മതി. അതാ അവസ്ഥ.